ഓപ്പൺ സ്കൂളിലേക്ക് ഏവർക്കും സ്വാഗതം. വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2 എക്സാമിൻ്റെ സിലബസ് പ്രകാരം പ്രോജക്റ്റ് പ്ലാനിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് എന്ന ഒരു ലാർജ് ടോപ്പിക് നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ അത് തുടങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ 2-3 വീഡിയോസ് ആയിട്ടായിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാനുള്ളത് ഡെഫിനിഷൻ ഓഫ് പ്രോജക്റ്റ് ആൻഡ് പ്ലാനിംഗ്. ഓക്കെ, ഇനി ഈ പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് കോൺസെപ്റ്റ്സ് നോക്കണം, ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് നോക്കണം. പിന്നെ അതിനകത്ത് വരുന്ന കോൺസെപ്റ്റ്സ് ആണ് പ്ലാൻ എന്താണ്, പ്രോഗ്രാം എന്താണ്, പ്രോജക്റ്റ് എന്താണ്, ആക്ടിവിറ്റി എന്താണ്, ആൻഡ് എന്താണ് ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ഓഫ് എ പ്രോജക്റ്റ്, പിന്നെ പ്ലാനിങ് പ്രോസസ്സ്. ഓക്കെ, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, സ്ട്രാറ്റജിക് പ്ലാനിങ്, പെർസ്പെക്റ്റീവ് പ്ലാനിങ്. ഇനി അത് കഴിഞ്ഞിട്ട് പ്രോജക്റ്റ് സൈക്കിൾ നമുക്ക് നോക്കാനുണ്ട്. അതിൽ സ്പെസിഫിക്കലി പ്രോജക്റ്റ് പ്ലാനിങ്, അതിൽ പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ, പ്രോജക്റ്റ് ഡിസൈൻ, പ്രോജക്റ്റ് അപ്രൈസൽ. പിന്നെ നമുക്ക് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് നോക്കണം. ഇപ്പം പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെ, പ്രോജക്റ്റ് മോണിറ്ററിങ്, പ്രോജക്റ്റ് റിവ്യൂ, പ്രോജക്റ്റ് ഇവാലുവേഷൻ. ഇനി പ്രോജക്റ്റിൻ്റെ ക്ലാസിഫിക്കേഷനും നമുക്ക് നോക്കാനായിട്ടുണ്ട്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ പേർപ്പസ്, classification based on productivity, classification based on size and duration. ഇത്രയാണ് നമ്മൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ലെസണിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇത്രയും ഞാൻ ഈ കാണിക്കുന്നത് ഇതിൻ്റെ സിലബസ് ആണ്. അപ്പോൾ ഇതാണ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്, പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റിൻ്റെ സെക്ഷൻ. അപ്പോൾ ഇത്രയാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ഈ ഒരു ലെസണിന് വേണ്ടിയിട്ട്. ഇനി അതിനുശേഷം താഴോട്ട് നമുക്ക് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ഉണ്ട്, അതിനെ ചുറ്റിപ്പറ്റിയുള്ള സബ് ടോപ്പിക്സ്. പിന്നെ പ്രോജക്റ്റ് സൈക്കിൾ, നമ്മൾ ഇവിടെ പ്രോജക്റ്റ് സൈക്കിൾ നമ്മളൊന്ന് ടച്ച് അപ്പോൺ ചെയ്ത് പോകുന്നുണ്ട് ഇവിടെ. ഓക്കെ, ആൻഡ് താഴേക്ക് വരുമ്പോഴത്തേക്ക് അതിനെ പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. പ്രോജക്റ്റ് സൈക്കിൾ എങ്ങനെയാണ്, വീണ്ടും പ്രോജക്റ്റ് സൈക്കിൾ, പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്, പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ആണ് നമ്മളിവിടെ വീണ്ടും നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ ആ ഒരു പ്രോജക്റ്റിൻ്റെ ഫോമാറ്റ്, ആ ഒരു പ്രോജക്റ്റ് പ്രൊപ്പോസൽ റൈറ്റിംഗ്, അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഒരുപാട് ടോപ്പിക്സിൽ. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് ആണ്. ഈ കോൺസെപ്റ്റ്സ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുമ്പോഴാണ് ഇതിന് തുടർന്ന് വരുന്ന ലെസൺസ് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അത്രയാണ് ആ ഒരു സിലബസിൻ്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിൽ വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ ഒരു സെക്ഷൻ നിങ്ങൾ ഈ ഒരു വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2 ജോബ് എന്ന നിലയിൽ നോക്കുമ്പോഴും ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, റെലവൻ്റ് ആണ് നിങ്ങളുടെ ആ ഒരു ജോബ് വെച്ച് നോക്കിയാൽ തന്നെ. ഓക്കെ, അപ്പോൾ ഈ ലെസണിലേക്ക്, ഇതിൻ്റെ കോൺസെപ്റ്റ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ലെറ്റ് മീ ഗിവ് യു എ സ്റ്റോറി. ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റോറി വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും നല്ല പരിചിതമായ ഒരു പ്രോജക്റ്റ് ഉണ്ട്, വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത ഒരു പ്രോജക്റ്റ് കേരളത്തിൽ. അതാണ് നമ്മുടെ കൊച്ചി മെട്രോ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ കൊച്ചി മെട്രോ ഒരു സുപ്രഭാതത്തിൽ ജസ്റ്റ് അവർക്ക് തോന്നിയിട്ട്, അധികാരികൾക്ക് തോന്നിയിട്ട് അങ്ങ് ഉണ്ടാക്കിയ ഒരു പ്രോജക്റ്റ് അല്ല. അപ്പോൾ ഈ മെട്രോ എന്ന് പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ജസ്റ്റ് എന്താ പറയേണ്ടത്, ട്രെയിൻ ഉണ്ടാക്കി ട്രാക്സ് ലേ ചെയ്തു എന്നുള്ളത് മാത്രമല്ല, അതിലും ഉപരി ഒരു വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു പ്രശ്നത്തിനുള്ള ഒരു പരിഹാരമായിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് വന്നേക്കുന്നത്, അല്ലേ? സൊസൈറ്റിയിൽ ഒത്തിരി അധികം ഇമ്പാക്റ്റ് അതിന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ വളരെയധികം ട്രാഫിക് കൺജഷൻ ഉള്ള ഒരു സ്ഥലമാണ് കൊച്ചി പോലെയുള്ള ഒരു നഗരം. നമുക്ക് ഓൾറെഡി അറിയാമത്, അല്ലേ? അപ്പോൾ അവിടെ വളരെ സസ്റ്റൈനബിൾ ആയിട്ട് ഒത്തിരി നാൾ നിലനിൽക്കത്തക്ക രീതിയിൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇത്രയും റാപ്പിഡായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റിക്ക് ആവശ്യമായിട്ട് വന്നു, അല്ലേ? അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇനിഷിയേഷൻ തുടങ്ങിയപ്പോഴത്തേക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് അവർ പിന്നെ അവിടെ നടത്തി, അല്ലേ? വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള റിസോഴ്സ് മാനേജ്മെൻറ്റ് നടത്തി, കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് തന്നെയാണ് ആ ഒരു പ്രോജക്റ്റിൻ്റെ കംപ്ലീഷനിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ കൊച്ചി മെട്രോ ഞാനിവിടെ ഒരു എക്സാമ്പിളായിട്ട് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ആ ഒരു പ്രാധാന്യം നമുക്ക് റിയൽ ലൈഫിൽ ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്തൊക്കെയാണ്, അതാണ് ആ ഒരു പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അത് ഏതൊക്കെ സ്റ്റേജസിലൂടെ ആയിരിക്കാം കടന്നു പോയത്.
അതിൻ്റെ ആ ഒരു പ്രോജക്റ്റ് എടുത്തിട്ട് ആ പ്രോജക്റ്റ് എങ്ങനെയാണ് മാനേജ് ചെയ്തത് എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ അല്ല ഞാനിവിടെ തരുന്നത്. എന്തൊക്കെ ആയിരിക്കാം അതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു പ്രോജക്റ്റിന് ഏതൊക്കെയാണ് വേണ്ടത്, അത് ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും എത്രയോ അധികം ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും ഇൻ റിയൽ ലൈഫ് അവർ അത് ചെയ്ത് എടുത്തത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായിരിക്കും ആ ഡിഫറെൻറ്റ് ഫേസസ്, ഈ കൊച്ചി മെട്രോ ഇത്രയും സക്സസ്ഫുൾ ആയതിൻ്റെ ആ ഒരു ഡിഫറെൻറ്റ് ഫേസസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പം ഇവിടെ കാണാം, ഇനിസിയേഷൻ ഉണ്ട്, പ്ലാനിങ് ഉണ്ട്, ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ട്, മോണിറ്ററിങ്ങും കൺട്രോളും ഉണ്ട്, പിന്നെ ആ പ്രോജക്റ്റിൻ്റെ ക്ലോഷർ വരുന്നുണ്ട്, ആൻഡ് ഫൈനലി ഇവാലുവേഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു 6 ഡിഫറെൻറ്റ് സ്റ്റേജസിലൂടെ അതെന്തായിരുന്നാലും കടന്നു പോയിട്ടുണ്ടാകും. സോ ലെറ്റ് us see what were these stages and അത് എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്തതെന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റേജ് ഇതാണ്, ഇനിഷിയേഷൻ, അത് തുടങ്ങുക. അപ്പോൾ ഇവിടെ ഒരു നീഡ് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ നീഡ് എന്തായിരുന്നു? ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം കൊച്ചിയിൽ കൊണ്ടുവരിക, ആൻഡ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഒരു പക്ഷേ ട്രാഫിക് കുറയ്ക്കുക, കണക്ടിവിറ്റി ബെറ്റർ ആക്കി കൊണ്ടുവരിക, ആൻഡ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ട്രാവൽ സിസ്റ്റം ആ ഒരു പ്ലേസിൽ കൊണ്ടുവരിക എന്നുള്ള ഒബ്ജക്റ്റീവ്സ് അവിടെ ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ അതിനുശേഷം അടുത്ത സ്റ്റേജാണ് അതിൻ്റെ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലാനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോജക്റ്റിൻ്റെ പ്ലാൻസ് ഈ ഒരു സ്റ്റേജിൽ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഫോക്കസ് ചെയ്യുന്നു, അതിൻ്റെ കോസ്റ്റിൽ ഫോക്കസ് ചെയ്യുന്നു, അതുണ്ടാക്കാൻ സാധ്യതയുള്ള എൻവയറമെൻറ്റൽ ചലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതിനെ കൺസിഡർ ചെയ്യുന്നു, ആൻഡ് ഇവിടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും എൻഗേജ് ചെയ്ത് കൊണ്ടുവരുന്നത്. എന്തിനാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്? ആരാണ്? കമ്മ്യൂണിറ്റി ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡറാണ് അല്ലേ. അപ്പോൾ ഗവൺമെൻറ് ഒരു സ്റ്റേക്ക് ഹോൾഡറാണ്, ഇത് കമ്മ്യൂണിറ്റി, ഇത് ഉപയോഗിക്കാൻ പോകുന്ന കമ്മ്യൂണിറ്റി ഒരു സ്റ്റേക്ക് ഹോൾഡർ തന്നെയാണ്. അപ്പം അവരുടെ ആ ഒരു ആവശ്യങ്ങളും കൂടെ ഇവിടെ പരിഗണിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തിയാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. സോ അതെല്ലാം പ്ലാനിങ് സ്റ്റേജിൽ നടക്കുന്നത്. അതിനുശേഷം വരുന്നതാണ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ ഫേസ് ഇംപ്ലിമെൻറ്റേഷൻ ആണ് ശരിക്കും ആ ഒരു കൺസ്ട്രക്ഷൻ ഫേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇവിടെയാണ് വ്യക്തമായിട്ട് റിസോഴ്സ് അലൊക്കേഷൻ നടത്തേണ്ടത്. അതേപോലെ പലതരം മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഏജൻസീസ്, കോൺട്രാക്ടേഴ്സ്, അവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകണം. മോഡേൺ ആയിട്ടുള്ള ടെക്നോളജി എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കുക, ടൈംലി പ്രോഗ്രസ് അതിന് എന്താ പറയേണ്ടത്, നടത്തി എടുക്കുക. ആ ഒരു പ്രോഗ്രസ് കൃത്യമായിട്ടുള്ള ആ ഒരു പ്രോഗ്രസ് നടത്തിക്കൊണ്ടുവരിക, അതാണ് ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിലൂടെ. ആൻഡ് അടുത്ത സ്റ്റേജാണ് മോണിറ്ററിങ് ആൻഡ് കൺട്രോൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ റെഗുലറായിട്ട് പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ബോട്ടിൽ നെക്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്, ഈ ഒരു കൺസ്ട്രക്ഷൻ പ്രോസസ്സിനെ തടയത്തക്ക രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടെ വന്നാൽ അതിന് കറക്റ്റ് ചെയ്യുക, കറക്റ്റീവ് മെഷേഴ്സ് എടുക്കുക, അതാണ് മോണിറ്ററിങ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കോസ്റ്റ് മാനേജ്മെൻറ്റ്, ടൈം മാനേജ്മെൻറ്റ്, ഇത് രണ്ടും വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്ത് പോകണം. എന്താ ഓവർ റൺസ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ആ സമയത്ത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാതെ വരുന്ന കാരണങ്ങളെ തരണം ചെയ്ത് അത് സമയത്ത് തീർക്കത്തക്ക രീതിയിൽ മുമ്പോട്ട് പോവുക എന്നുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജാണ് ക്ലോഷർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു ക്ലോഷർ ഫേസ്? കൊച്ചി മെട്രോ നമുക്കറിയാം, അത് ജൂൺ 2017 എന്ന് തോന്നുന്നു അത് ലോഞ്ച് ചെയ്ത് അതിൻ്റെ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് എന്താ പറയണ്ടേ, ജനങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിച്ച ഒരു പ്രോജക്റ്റ് തന്നെയാണ് അത് അല്ലേ. അപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഇവിടെ വളരെയധികം എവിഡൻ്റ് ആയിരുന്നു കൊച്ചി മെട്രോയെ സംബന്ധിച്ചിടത്തോളം. കാരണം ട്രാവൽ ടൈം വളരെയധികം കുറഞ്ഞ് ട്രാഫിക്കിൽ സ്റ്റക്കാകുന്ന സിറ്റുവേഷൻ വരുന്നില്ല, ട്രാഫിക് ബ്ലോക്സ് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നു, അതേപോലെ ഓവറോൾ കൺജഷനിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി അടുത്ത ഒരു ഫേസ് ആണ് ഇവാലുവേഷൻ ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കംപ്ലീഷന് ശേഷം എന്താ പറയേണ്ടത്, ഒത്തിരി അധികം റിവ്യൂസ് നടത്തുന്നു, ഒരു പക്ഷേ അതിൻ്റെ എക്കണോമിക് ബെനിഫിറ്റ്സ് എന്താണെന്ന് നോക്കുന്നത്, അതിൻ്റെ സോഷ്യൽ ബെനിഫിറ്റ്സ് എന്താണെന്ന് നോക്കുന്നത്, അതെന്തുമാത്രം എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, എന്തുമാത്രം പൊല്യൂഷൻ അത് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഏർബൻ മൊബിലിറ്റി എങ്ങനെ അത് എൻഹാൻസ് ചെയ്ത് കൊണ്ടുവന്ന് നോക്ക്, എന്തെല്ലാം തരത്തിലുള്ള ഒരു ഇവാലുവേഷൻ നമ്മളിവിടെ നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളാണ് ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കി എടുക്കുന്നതിൻ്റെ പിന്നിൽ. അത് തുടങ്ങി ആ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ആ ഒരു പ്രോജക്റ്റ് ഓപ്പറേഷണലായി അത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് നടക്കുന്നു എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സക്സസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ബൈ ചാൻസ് അല്ല എന്നുള്ളതാണ്. ഓരോ സ്റ്റേജും വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത്
മോണിറ്റർ ചെയ്ത് തന്നെയാണ് മുമ്പോട്ട് പോയേക്കുന്നത് അല്ലേ. അപ്പോൾ കൊച്ചി മെട്രോയുടെ ആ ഒരു പ്രോജക്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് മാനേജ് ചെയ്തു. ആൻഡ് എന്താ പറയേണ്ടത്, ആ ഒരു പ്രോജക്റ്റിൻ്റെ ഇമ്പാക്റ്റിൻ്റെ ഇവാലുവേഷൻ നടത്തി തന്നെയാണ് മുമ്പോട്ട് പോയത് അല്ലേ. അങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി. സോ ദർ ഇസ് എ സയൻസ് ബിഹൈൻഡ് ഇറ്റ്. ആ ഒരു പ്രോജക്റ്റ് നടത്തിയെടുക്കുന്നതിൻ്റെ സയൻസിലേക്കാണ് നമ്മൾ എന്താ പറയേണ്ടത് ഡിസ്കഷൻ ഇനി മുമ്പോട്ട് പോവുക. അപ്പോൾ വി വിൽ നൗ എക്സ്പ്ലോർ ആൻഡ് ഡിസ്കസ് ഓൾ ദീസ് ഫേസസ്. പ്രോജക്റ്റ് മാനേജ്മെൻറ്റിൻ്റെ എല്ലാ ഫേസസും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കത് നോക്കാം. എങ്ങനെ അത് ഡിഫറെൻറ്റ് സിനാരിയോസിൽ അത് അപ്ലൈ ചെയ്യും എന്ന് നമുക്ക് നോക്കാം. ആൻഡ് യു വിൽ ഓൾസോ ഹാവ് എ വെരി ഗുഡ് ഐഡിയ ഓഫ് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ജോബ് നിങ്ങൾക്ക് അത് ലഭിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ജോബ് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളതും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലേ. സോ നൗ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ആ ഒരു ഡെഫിനിഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കണം. സോ ലെറ്റ് us see എന്താണ് ഒരു പ്രോജക്റ്റ്, അല്ലെങ്കിൽ ഹൗ ക്യാൻ വി ഡിഫൈൻ എ പ്രോജക്റ്റ് എന്നുള്ളത്. സോ സീ ഹിയർ, a planned temporary endeavor to create a unique product, service or result. അപ്പോൾ ഇവിടെ എന്താ ഈ പറയുന്നത്, പ്രോജക്റ്റ് എന്ന് പറയുന്നത് വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ചെയ്യുന്ന ഒരു സംഗതിയാണ്. ആൻഡ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു എൻഡെവർ ആണ്. നമുക്ക് ജീവിതകാലം മുഴുവനും ആ ഒരു പ്രോജക്റ്റിന്റെ പിന്നാലെ നിൽക്കാനായിട്ട് സാധിക്കില്ല. ആ ഒരു പ്രോജക്റ്റ് കംപ്ലീഷന് ഒരു പീരിയഡ്, ചിലപ്പോൾ അതൊരു ഷോർട്ട് ടേമിൽ തീർക്കുന്നതാകാം, ചിലപ്പം അതൊരു ലോങ് ടേമിൽ തീർക്കുന്നതാകാം. അപ്പോൾ ആ ഒരു പ്രോജക്റ്റ് തീർക്കുന്നതിനുള്ള ഒരു പീരിയഡ് ഡിഫൈൻ ചെയ്യും. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ടെമ്പററി നേച്ചർ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് എന്തിനു വേണ്ടി ചെയ്യുന്നത്? ഒന്നുകിൽ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള ഒരു സർവീസ് ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയേണ്ട യുണീക്ക് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുക. ഇപ്പം നമ്മുടെ കൊച്ചി മെട്രോയെ സംബന്ധിച്ചിടത്തോളം യുണീക്ക് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. യുണീക്ക് ആയിട്ടുള്ള സർവീസ് അവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കൊച്ചി മെട്രോ എന്ന് ഉള്ള ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഒരു പ്രോജക്റ്റിനുണ്ടാകും. അത് പ്രോജക്റ്റിന്റെ പ്രത്യേകതകളാണ്. ആൻഡ് ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്കോപ്പ് അതിനുണ്ടാകും. ആൻഡ് കൃത്യമായിട്ടുള്ള റിസോഴ്സ് അലോക്കേഷൻ. അപ്പൊ ഇതൊക്കെ പ്രത്യേകതകളാണ് ഒരു പ്രോജക്റ്റ് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുമ്പോൾ. ഓക്കെ, now let us look at a few definitions of what a project is. കുറച്ച് നോട്ടബിൾ ആയിട്ടുള്ള ഡെഫിനിഷൻസ് നമുക്കൊന്ന് നോക്കാം. ഇപ്പം PMI 2004 ഡെഫിനിഷൻ ഇതാണ്: a temporary endeavor undertaken to create a unique product, service or result. അത് തന്നെയാണ് നമ്മൾ ഇവിടെ ആ ഒരു ഡെഫിനിഷനായിട്ട് ഏകദേശം എടുത്തതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ എന്താ ഹൈലൈറ്റ് ചെയ്യുന്നത്? അത് അതിന്റെ ടെമ്പററി നേച്ചറിനെ ഹൈലൈറ്റ് ചെയ്യുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം യുണീക്ക് ആയിട്ടുള്ള അതിന്റെ എൻഡ് റിസൾട്ടിനെയും ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന്റെ ഔട്ട്പുട്ടിനെ ഹൈലൈറ്റ് ചെയ്യുന്നു എന്ന് പറയാം. ഇനി ISO 10006 അവര് എങ്ങനെയാണ് ഇതിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത് നോക്കാം. A unique process with coordinated activities, start and finish dates, time, cost and resources. ഇത്രയും പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്? അപ്പോൾ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണെന്നും അതിനകത്ത് എന്തൊക്കെയുണ്ട്? ഒരു സെറ്റ് ഓഫ് കോർഡിനേറ്റഡ് ആൻഡ് കൺട്രോൾഡ് ആക്ടിവിറ്റീസ് അതിനകത്തുണ്ട്. അപ്പോൾ അതിനൊരു സ്റ്റാർട്ട് ഡേറ്റ് ഉണ്ട്, ഒരു ഫിനിഷ് ഡേറ്റ് ഉണ്ട് അല്ലേ. ഒരു 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 കൃത്യമായ ഒരു ഒബ്ജക്റ്റീവ് അവിടെ അച്ചീവ് ചെയ്യാനുണ്ട്. ആൻഡ് ഈ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നത് വെറുതെ അച്ചീവ് ചെയ്താൽ പോരാ, അതിന് സ്പെസിഫിക് ആയിട്ടുള്ള റിക്വയർമെന്റ് ഉണ്ട്. ആ റിക്വയർമെന്റ് അനുസരിച്ച് അത് അച്ചീവ് ചെയ്യുക. അപ്പൊ അവിടെ വരുന്ന കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണ്? ടൈം ഒരു കൺസ്ട്രെയിൻ ആണ്, കാരണം സമയത്തിനുള്ളിൽ ഇത് തീർക്കണം. കോസ്റ്റ് ഒരു കൺസ്ട്രെയിൻ ആണ്, കാരണം കോസ്റ്റ് നമുക്ക് നേരത്തെ കൂട്ടി തീരുമാനിച്ച കോസ്റ്റിന്റെ ഉള്ളിൽ നിർത്താൻ കഴിയണം. ആൻഡ്
റിസോഴ്സസ് ബോത്ത് മെറ്റീരിയൽ വൈസ് റിസോഴ്സസ് ഹ്യൂമൻ റിസോഴ്സസ് എല്ലാം ഇവിടെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇത് ഒരു സ്റ്റാൻഡേർഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം ഈ ISO പറഞ്ഞിരിക്കുന്ന ഈ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അതിനകത്ത് ആ എംഫസിസ് കൊടുത്തേക്കുന്നത് ഇസ് ദി പ്രോസസ് ഓറിയന്റേഷൻ. ആ ഒരു പ്രോസസ്സിന്റെ ഓറിയന്റേഷനിലും ആൻഡ് പ്രീ ഡിഫൈൻഡ് ആയിട്ട് അതിനുള്ള ഒബ്ജക്റ്റീവ്സിൽ അത് അലൈൻ ചെയ്ത് നിൽക്കുക എന്നുള്ളത്. ഓക്കെ, നമുക്ക് മുറേ ജി റോസിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. അപ്പം അദ്ദേഹം പറയുന്നത് എ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് അഡ്രസ്സിംഗ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ഫോർ യുണീക്ക് ഔട്ട്കംസ്. ഓൾമോസ്റ്റ് ദ സെയിം തന്നെയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണ്, പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്. ആൻഡ് ഈ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. പല ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് യൂഷ്വലി അതിൻ്റെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ഇസ് ഓൺ പ്രൊഡ്യൂസിങ് എ യുണീക്ക് ഔട്ട്കം എന്നുള്ളതാണ്. അപ്പൊ ഈ ഡെഫിനിഷൻ എന്താണ് അതിന്റെ പ്രാധാന്യം കാണിക്കുന്നത് നോക്ക്. അതിന്റെ ഒരു ഫങ്ഷണൽ ആസ്പെക്റ്റിൽ ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ടല്ലേ. ആൻഡ് അതേപോലെ തന്നെ അതിന്റെ ആ ഒരു യുണീക്ക് ആയിട്ടുള്ള ആ ഒരു ഔട്ട്കം അതിനെക്കുറിച്ചും ഇവിടെ അത് ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേപോലെ വാട്ട് ഡസ് ഹാരോൾഡ് കേഴ്സ്നർ സേ അബൌട്ട് പ്രോജക്ട്സ്. അദ്ദേഹം പറയുന്നത് ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ടെമ്പററി ആൻഡ് ഗോൾ ഓറിയന്റഡ് വിത്ത് ക്ലിയർ സ്റ്റാർട്ട് ആൻഡ് എൻഡ് പോയിന്റ്സ് എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് പ്രോജക്ട്സ് എന്ന് പറയുമ്പം വീണ്ടും ഒരു കളക്ഷൻ ഓഫ് ആക്ടിവിറ്റീസ് എന്ന് അദ്ദേഹം പറയുന്നത്. പക്ഷെ അദ്ദേഹം അവിടെ ആ ഒരു ആക്ടിവിറ്റീസിന്റെ സ്വഭാവവും കൂടെ പറയുന്നുണ്ട്. ഈ ആക്ടിവിറ്റീസ് ടെമ്പററി ആണ് അതിന്റെ സ്വഭാവം എന്നുള്ളത്. ആൻഡ് ഈ ഓരോ ആക്ടിവിറ്റീസിനും ഒരു ഉദ്ദേശമുണ്ട്. സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾസ് ഇവിടെ അച്ചീവ് ചെയ്യുക, സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഇവിടെ അച്ചീവ് ചെയ്യുക, ആൻഡ് വളരെ കൃത്യതയോടുകൂടിയുള്ള ഒരു സ്റ്റാർട്ട് പോയിന്റും ഒരു എൻഡ് പോയിന്റും അതിനുണ്ട് എന്നുള്ളതാണ്. അപ്പം കേഴ്സ്നർ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് വീണ്ടും അതിൻ്റെ ആ ഒരു എക്സിക്യൂഷനിലേക്ക് അല്ലേ, ആ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആ ഒരു എക്സിക്യൂഷനിൽ അദ്ദേഹം അവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ ഗോൾസ് എങ്ങനെ അച്ചീവ് ചെയ്യണം വിതിൻ ദ കൺസ്ട്രെയിൻസ് എന്നുള്ളതും കൃത്യമായിട്ട് അദ്ദേഹം ഇതിനകത്ത് ഇവിടെ പറയുന്നുണ്ട്. അപ്പം പ്രോജക്റ്റും പ്ലാനിങ്ങും ദേ ബോത്ത് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. രണ്ടും ഒരുമിച്ച് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതാ. ഇപ്പൊ പ്രോജക്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. നൗ വി വിൽ ലുക്ക് അറ്റ് വാട്ട് ഈസ് പ്ലാനിങ്. പ്ലാനിങ്ങിനെ നമുക്ക് ഇതേപോലെ ഒന്ന് ഡിഫൈൻ ചെയ്തിട്ട് ലെറ്റ് us take it forward from there. ആദ്യം വി വിൽ ലുക്ക് അറ്റ് എ ജനറൽ ഡെഫിനിഷൻ. അപ്പൊ ഈ ഒരു ജനറൽ ഡെഫിനിഷൻ എന്താണ്? സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഡിറ്റർമിനിങ് ദ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ടു അച്ചീവ് ദം. അതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. സോ നമുക്ക് വേണമെങ്കിൽ പറയാം പ്ലാനിങ് ഇസ് ദ പ്രോസസ് ഓഫ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സ് നിർണ്ണയിക്കുന്ന പ്രോസസ്സാണ്. അത് മാത്രമല്ല അതോടൊപ്പം ഡിറ്റർമിനിങ് ദ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ടു അച്ചീവ് ദം. അതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പം പ്രോജക്റ്റിൽ നിന്ന് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആണ് ഈ പ്ലാനിങ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് രണ്ടും ഹാൻഡ് ഇൻ ഗ്ലവ് ആണ്, ഒന്നിച്ചു പോകണം എന്നുള്ളത്. സോ ഒന്ന് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, നമ്മൾ തീരുമാനിക്കുന്നത് എന്താണ് നമ്മളിവിടെ അച്ചീവ് ചെയ്യാൻ പോകുന്നത്, ആൻഡ് ആ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഏതാണ് ഏറ്റവും നല്ല മാർഗം എന്നുള്ളത്. സോ ഇറ്റ് ഇൻവോൾവ്സ് സെലക്ടിങ് ഗോൾസ് സെലക്ട് ചെയ്യണം, സ്ട്രാറ്റജീസ് ഡിഫൈൻ ചെയ്യണം, ആൻഡ് അറ്റ് ദ സെയിം ടൈം ടാസ്കുകളെ കൃത്യമായിട്ട് ഔട്ട്ലൈൻ ചെയ്ത് സ്കെഡ്യൂൾ ഉണ്ടാക്കി ആ ഒബ്ജക്റ്റീവ്സ് ടൈം ബൗണ്ട് ആയിട്ട് മീറ്റ് ചെയ്യുക. ഒരു ജനറൽ ഡെഫിനിഷൻ നമുക്ക് അങ്ങനെ കാണാം അബൌട്ട് പ്ലാനിങ്. വാട്ട് ഡസ് ഫയോൾ സേ അബൌട്ട് പ്ലാനിങ്? ദ ആക്ട് ഓഫ് ഫോർകാസ്റ്റിംഗ് ദ ഫ്യൂച്ചർ ആൻഡ് മേക്കിംഗ് പ്രൊവിഷൻസ് ഫോർ ഇറ്റ് ബൈ പ്രിപ്പയറിംഗ് എ പ്ലാൻ. സെയിം കാര്യം തന്നെയാണ് പറയുന്നത് അല്ലേ. ഈ ഹെൻറി ഫയോൾ എന്ന് പറയുന്ന വ്യക്തി മാനേജ്മെന്റ് തിയറിയിൽ ഒരു പയനിയർ ആണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ ഇവിടെ എടുത്തത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇറ്റ് ഈസ് ദ ആക്ട് ഓഫ് ഫോർകാസ്റ്റിംഗ് ദ ഫ്യൂച്ചർ. ആ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ് ഈ പ്ലാനിങ് എന്ന് പറയുന്നത്. ആൻഡ് അതിനകത്ത് എന്താ പറയേണ്ടത്? ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. മനസ്സിലായി? PMI എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്? എസ്റ്റാബ്ലിഷിംഗ് സ്കോപ്പ്, ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഡെവലപ്പിംഗ് എ കോഴ്സ് ഓഫ് ആക്ഷൻ. അപ്പോൾ എങ്ങനെയാണ്? അപ്പോൾ പ്ലാനിങ് ഇൻ പ്രോജക്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ദ സ്കോപ്പ്, ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻ ചെയ്യുക,
ആൻഡ് നമ്മൾ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ, അതാണ് നമ്മുടെ ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് അല്ലേ. ആ ഒരു പ്രോജക്റ്റിന്റെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താ പറയേണ്ട ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ തീരുമാനിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്താ ഹൈലൈറ്റ് ചെയ്യുന്നത്? ദാറ്റ് പ്ലാനിങ് ഇസ് എൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് പ്രോജക്റ്റ് മാനേജ്മെന്റ്. പ്രോജക്റ്റ് മാനേജ്മെന്റിന്റെ ഒരു ഭാഗം തന്നെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത് അല്ലേ. പക്ഷേ ആ പ്ലാനിങ്ങിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ആ പ്രോജക്റ്റ് കൃത്യമായിട്ട് നടപ്പിലാക്കി എന്നുള്ളതാണ് അവിടുത്തെ ആ ഒരു ഫോക്കസ് വരുന്നത്. ആൻഡ് സെയിം ISOയുടെ ഡെഫിനിഷൻ നമുക്കൊന്ന് നോക്കാം. എ സ്ട്രക്ചേർഡ് പ്രോസസ് ഫോർ സെറ്റിംഗ് ഗോൾസ്, സ്ട്രാറ്റജീസ്, ടാസ്ക്സ് ആൻഡ് സ്കെഡ്യൂൾസ് വിതിൻ എ ടൈം ഫ്രെയിം എന്നുള്ളതാണ്. സോ ഈ ഒരു ഡെഫിനിഷൻ എന്താ ശരിക്കും പറയുന്നത്? നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡെഫിനിഷൻ ഓഫ് പ്ലാനിങ് ആക്ച്വലി അലൈൻസ് വിത്ത് സിസ്റ്റംസ് ഓറിയന്റഡ് അപ്രോച്ചസ് അല്ലെ. പ്രോജക്റ്റ് എൻവയൺമെന്റിൽ നമ്മൾ നോക്കി, അപ്പോൾ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതിൽ ആദ്യം ചെയ്യേണ്ടത് ആദ്യം ചെയ്യണം, അതിനുശേഷം ചെയ്യേണ്ടത് അതിനുശേഷം, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്തു പോകേണ്ട ഒരു സംഗതിയാണ്. അപ്പൊ ഈ പ്രോസസ്സ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഗോൾസ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത്, സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുക, എങ്ങനെ അത് നടപ്പിലാക്കി എടുക്കണം എന്നുള്ളത്, ആൻഡ് ടാസ്കുകൾ അതിനകത്ത് കൃത്യമായിട്ട് എഴുതി ഉണ്ടാക്കുക, എഴുതി ചേർക്കുക, അതിനകത്ത് എന്താ പറയേണ്ടത് ഒരു ടൈം സ്കെഡ്യൂൾ കൊണ്ടുവരണം. ഈ ഓരോ ഗോൾസും അച്ചീവ് ചെയ്യുന്നതിന് ടൈം സ്കെയിൽ ഇവിടെ പ്രീ ഡിഫൈൻഡ് ആയിരിക്കണം എന്നുള്ളതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ പ്രോജക്റ്റും ഈ പ്ലാനിങ്ങും എന്ന് പറയുന്നത് ആക്ച്വലി അതിനകത്ത് ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ആ ഡിഫറൻസസ് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു കോളത്തിൽ പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ട്, ഈ ഒരു കോളത്തിൽ പ്ലാനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിന്റെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ എ പ്രോജക്റ്റ് ഇസ് എൻ എൻഡെവർ വിത്ത് ക്ലിയർ ഒബ്ജക്റ്റീവ്സ്. പ്രോജക്റ്റിന് ക്ലിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉള്ളതാണ്. എന്നാൽ പ്ലാനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് വിതിൻ ഓർ ഔട്ട്സൈഡ് ദ പ്രോജക്റ്റ്. അപ്പൊ ഈ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ആ ഒരു പ്രോസസ്സ് ഒരു പക്ഷേ അത് പ്രോജക്റ്റിന്റെ ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്ന ഒന്നായിരിക്കാം ഈ പ്ലാനിങ് എന്ന് പറയും. ഇനി അതിന്റെ രണ്ടിന്റെയും ഒബ്ജക്റ്റീവ് നോക്കിയാലോ? അപ്പൊ പ്രോജക്റ്റിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് യുണീക്ക് ആയിട്ടുള്ള ഡെലിവറബിൾസ്, അതിന്റെ എൻഡ് പ്രോഡക്റ്റ് യുണീക്ക്. നമ്മുടെ നേരത്തെ സ്റ്റോറിയിൽ നോക്കിയാൽ ആ ഒരു കൊച്ചിൻ മെട്രോ കംപ്ലീറ്റ് ആയിട്ട് അവിടെ വരിക, ഓപ്പറേഷണൽ ആയിട്ടുള്ള ഒരു മെട്രോ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുക എന്നുള്ളത്. ഇനി പ്ലാനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഇറ്റ് ഡിഫൈൻസ് ഹൗ ടു അച്ചീവ് ദീസ് ഡെലിവറബിൾസ്. ഈ ഡെലിവറബിൾസ് എങ്ങനെ അച്ചീവ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതാണ് ആ പ്ലാനിങ് ഫേസ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ സ്കോപ്പ് നോക്കിയാലോ? സ്കോപ്പ് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത് എക്സിക്യൂഷൻ കവർ ചെയ്യുന്നുണ്ട്, മോണിറ്ററിങ് കവർ ചെയ്യുന്നുണ്ട്, ആൻഡ് ആ ഒരു ക്ലോഷർ ഫേസും എന്താ പറയണ്ടേ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. എന്നാൽ ആ ഒരു പ്ലാനിങ്ങിന്റെ ഫോക്കസ് എന്ന് പറയുമ്പോഴോ ഇറ്റ് ഫോക്കസസ് ഓൺ പ്രിപ്പറേഷൻ ആൻഡ് സ്ട്രാറ്റജി. ഇപ്പം പ്രോജക്റ്റ് ശരിക്കും എക്സിക്യൂഷനും ക്ലോഷറും അവിടെ വരുന്നത്, മോണിറ്ററിങ്ങും അവിടെ വരുന്നത്. എന്നാൽ പ്ലാനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ക്ലോഷറിലേക്ക് എത്താൻ അല്ലെങ്കിൽ ആ ഒരു എക്സിക്യൂഷനിലേക്ക് എത്താനുള്ള സ്ട്രാറ്റജീസ് പ്രിപ്പയർ ചെയ്യുക, സ്കെഡ്യൂൾ ചെയ്യുക എന്നൊക്കെയുള്ളതാണ്. ഇനി ആ ടൈം ഫ്രെയിം നോക്കിയേ. ടൈം ഫ്രെയിം പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ടെമ്പററി ആണ്. അതിനൊരു എൻഡ് ഡേറ്റും ഉണ്ട്, ഒരു സ്റ്റാർട്ട് ഡേറ്റും ഉണ്ട്. പ്ലാനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ഇറ്റ് ക്യാൻ ബി ഓൺ ഗോയിങ്, അല്ലെങ്കിൽ അത് ഐറ്ററേറ്റീവ് ആകാം, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഫേസിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാകാം. ഒരു പ്രോജക്റ്റിന്റെ എൻറ്റയർ ടൈമിൽ നമുക്ക് പ്ലാനിങ് ആവശ്യമായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ഔട്ട്പുട്ടിന്റെ കാര്യത്തിലേക്ക് നമ്മൾ നോക്കാനാണെങ്കിലോ, പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ടാഞ്ചിബിൾ പ്രോഡക്ട്സ് ഓർ സർവീസസ്. ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് തൊട്ട് ഫീൽ ചെയ്യാൻ കഴിയത്തക്ക രീതിയിലുള്ള, നമുക്ക് കാണാൻ കഴിയത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് അവിടെ അതിൻ്റെ റിസൾട്ടായിട്ട് വരണം, അല്ലെങ്കിൽ ഒരു സർവീസ് അതിൻ്റെ റിസൾട്ടായിട്ട് വരണം. അപ്പോൾ പ്ലാനിങ്ങിന്റെ ഔട്ട്കം എന്താണ്? റിസൾട്ട്സ് ഇൻ ഫ്രെയിം വർക്ക്സ്, സ്ട്രാറ്റജീസ് ആൻഡ് സ്കെഡ്യൂൾസ്. അപ്പൊ ഇവിടെ എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഒന്നുകിൽ ഒരു ഫ്രെയിം വർക്ക് ആണ്, അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ആണ്, അല്ലെങ്കിൽ സ്കെഡ്യൂൾ ആണ്. എന്തിനു വേണ്ടിയിട്ട്? ഇത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സോ അതാണ് അതിൻ്റെ ആ ഒരു ഡിഫറൻസും അത് തന്നെയാണ് അതിൻ്റെ ഇന്റർ കണക്റ്റഡ്നെസ് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. സോ ഹൗ ആർ ദീസ് റിലേറ്റഡ്? എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു കണക്ഷൻ വരുന്നത്? ഒന്ന് നോക്കിയേ. പ്ലാനിങ്ങിന്റെയും പ്രോജക്ട്സിന്റെയും ആ ഒരു ക്ലിയർ റിലേഷൻ നമുക്കറിയാം. ഇൻട്രിൻസിക്കലി കണക്റ്റഡ് ആണ് രണ്ടും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പം പ്ലാനിങ് ഓൺ വൺ ഹാൻഡ് അത് പ്രോജക്റ്റിന്റെ സക്സസിന്റെ ഫൗണ്ടേഷൻ ആകുന്നത്. പ്ലാനിങ് ഉറപ്പ് വരുത്തുകയാണ് ആ ഒരു പ്രോജക്റ്റിന്റെ ഗോൾസ് ക്ലിയർ ആണെന്നുള്ളത്.
ആ ഡെലിവറബിൾസ് അച്ചീവബിൾ ആയിരിക്കണം അല്ലേ? അപ്പൊ അതിന്റെ എൻഡ് പ്രോഡക്റ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന ഒന്നായിരിക്കണം. അതേപോലെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള റിസ്ക് എന്തൊക്കെയാണെന്നും ആ റിസ്കിനെ എങ്ങനെ മാനേജ് ചെയ്ത് തരണം ചെയ്ത് മുമ്പോട്ട് പോകാം എന്നൊക്കെയുള്ളത്. അപ്പം അഡിക്വേറ്റ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഇല്ല എങ്കിൽ ആ ഒരു പ്രോജക്റ്റ് ഇസ് അറ്റ് ദ റിസ്ക് ഓഫ് ഇൻഎഫിഷ്യൻസി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇൻഎഫിഷ്യൻസി ആകാം, അത് ഡിലേ വരാം, കോസ്റ്റ് ഓവർ റൺ വരാം, നമ്മൾ വിചാരിക്കുന്നതിൻ്റെയും അപ്പുറം പോകും, ആൻഡ് എന്താ പറയേണ്ടത്, ആ ഒരു ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യാൻ സാധിക്കാതെ വന്നു പോകും എന്നുള്ളത്. അപ്പൊ എങ്ങനെയാണ് അതിന്റെ ആ ഒരു ഇന്റർ റിലേറ്റഡ്നെസ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഒന്ന് നമ്മളിവിടെ പറയുന്നത് ക്ലിയർ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത്. അപ്പോൾ പ്ലാനിങ്ങിന്റെ റോൾ എന്താണ് ഇവിടെ? ഈ ഒരു ക്ലിയർ ഒബ്ജക്റ്റീവ്സിൽ പ്ലാനിങ് ആണ് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് ആ ഒരു പ്രോജക്റ്റ് കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതല്ലേ അതിന്റെ ആ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ എന്താ പറയേണ്ടത്, മെഷറബിൾ ആയിട്ടുള്ള ഗോൾസ് അതിനെ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ സാധിക്കുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം വി ആർ ഏബിൾ ടു ഓൾസോ എൻഷ്യൂർ ദാറ്റ് ഇറ്റ് അലൈൻസ് വിത്ത് ദി ഓർഗനൈസേഷൻസ് സ്ട്രാറ്റജിക് പ്രയോറിറ്റീസ് അല്ലെ? അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തത്. ഒരു എന്താ പറയണ്ട, കമ്മ്യൂണിറ്റി സെന്റർ ബിൽഡ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ അപ്പൊ പ്ലാനിങ്ങിലാണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ് ഇവിടെ തീരുമാനിക്കുന്നത് അല്ലേ? അപ്പോൾ ഒരു 500 സ്ക്വയർ മീറ്റർ ഫെസിലിറ്റി വിത്ത് മൾട്ടി പർപ്പസ് റൂംസ് ആൻഡ് ദാറ്റ് ഷുഡ് ബി കംപ്ലീറ്റഡ് വിതിൻ 12 months. 12 മാസം കൊണ്ട് ഒരു 500 സ്ക്വയർ മീറ്റർ ഫെസിലിറ്റി, ഒരു കമ്മ്യൂണിറ്റി സെന്റർ പണിഞ്ഞെടുക്കുക. ഒരു എക്സാമ്പിൾ, പ്ലാനിങ്ങിന്റെ റോളിന്റെ ഒരു എക്സാമ്പിൾ. രണ്ടാമത്തത് ഡിഫൈൻഡ് ഡെലിവറബിൾസ് എന്നിവിടെ പറയുന്നത്. അപ്പൊ ഡെലിവറബിൾസ് എന്താണ്? ആ പ്രോജക്റ്റിന്റെ എൻഡ് പ്രോഡക്റ്റ് ആണ് ഡെലിവറബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പ്ലാനിങ്ങിന്റെ റോൾ എന്താണ്? പ്ലാനിങ് ആണ് ശരിക്കും ആ ഒരു ഔട്ട്പുട്ടിനെ കൃത്യമാക്കി ക്ലാരിഫൈ ചെയ്ത് നമുക്ക് തരുന്നത്. എന്താ പറയേണ്ടത്, ആ ഒരു പ്രോജക്റ്റിന്റെ എൻഡ് എന്താണ്, ആ ഒരു പ്രോജക്റ്റ് ഡെലിവർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം അത് ഒരു കാര്യവും കൂടെ ഉറപ്പുവരുത്തും, അതായത് അതിന്റെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും എന്താണ് ആ പ്രോജക്റ്റിന്റെ സക്സസ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നുള്ളതും ഉറപ്പുവരുത്തും എന്നുള്ളതാണ്. അപ്പോൾ എന്താ പറയേണ്ടത്, ഈ ഡെലിവറബിൾസ് എന്ന് പറയുന്നത് ദീസ് ആർ ഡീറ്റെയിൽഡ് ഇൻ സ്കോപ്പ് മാനേജ്മെന്റ്. സ്കോപ്പ് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് അത് വരിക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കാം. അപ്പൊ ഇനി ഏത് പ്രോജക്റ്റ് ആയിരുന്നാലും ശരി തന്നെ പ്ലാനിങ് നമുക്ക് കൃത്യമായിട്ട് ഉണ്ടാകണം. കാരണം ഡെലിവറബിൾസ് എന്താണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് തീരുമാനിക്കണം അല്ലേ? അപ്പൊ അതിന്റെ ഫങ്ഷണൽ ആപ്ലിക്കേഷൻ എന്താണ്, അതിന്റെ യൂസറിന് ഉപയോഗിക്കാനുള്ള മാനുവൽസ് കൊടുക്കണം, ആൻഡ് ട്രെയിനിങ് സെഷൻസ് അതിന് കൊടുക്കണം. അതൊക്കെയാണ് അതിന്റെ ഡെലിവറബിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക്. ഇനി മറ്റൊന്ന് റിസോഴ്സ് അലൊക്കേഷൻ. ഇപ്പൊ റിസോഴ്സ് അലൊക്കേഷനിൽ എന്താണ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങിന്റെ റോൾ അവിടെ വരിക. അപ്പൊ റിസോഴ്സസ് എന്ന് പറയുമ്പം ടൈം ഒരു റിസോഴ്സ് ആണ്, ബഡ്ജറ്റ് അതിനകത്ത് എത്ര പൈസ അലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഒരു റിസോഴ്സ് ആണ്, അതിൽ എന്തൊക്കെ എക്യുപ്മെന്റ്സ് വേണം, അതിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾ, അതാണ് പേഴ്സണൽ എന്ന് പറയുന്നത്. ഇതൊക്കെ ആ ഒരു പ്രോജക്റ്റ് കൃത്യമായിട്ട് അതിന്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യത്തക്ക രീതിയിൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് അലൊക്കേറ്റ് ചെയ്യണം. അപ്പൊ റിസോഴ്സസിന്റെ ഒരു ഷോർട്ടേജ് ഇവിടെ വരുത്തില്ല കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടെങ്കിൽ. ആൻഡ് അണ്ടർ യൂട്ടിലൈസേഷൻ ഇവിടെ ഒരു പ്രശ്നം തന്നെയാണ് അല്ലെ? നമ്മളിപ്പോ ഒരു വ്യക്തിക്ക് 1 ലക്ഷം രൂപ സാലറി കൊടുത്തിട്ട് ആ ഒരു വ്യക്തിയെ ആ ഒരു എന്താ പറയണ്ട സാലറിക്ക് അനുസൃതമായിട്ട് യൂസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ഒരു അണ്ടർ യൂട്ടിലൈസേഷൻ അവിടെ വരും എന്നുള്ളതാണ്. റൈറ്റ്. ഇനി മറ്റൊന്ന്, റിസോഴ്സ് അലൊക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടൈം ലൈൻ ഡെവലപ്മെന്റ്, പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള ടൈം ലൈൻ ഡെവലപ്പ് ചെയ്യുന്നതും ഈ പ്ലാനിങ് സ്റ്റേജിൽ തന്നെയാണ്. അപ്പോൾ പ്ലാനിങ് എന്താ പറയണ്ടത്, കൃത്യമായിട്ടുള്ള ഒരു ടൈം ലൈൻ ആ പ്രോജക്റ്റിന്റെ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്ത് വളരെ സീക്വൻഷ്യൽ ആയിട്ട് ലോജിക്കലായിട്ട് എന്താ പറയേണ്ടത്, ഓരോ പീരിയഡിൽ എന്തൊക്കെയാണ് അച്ചീവ് ചെയ്യേണ്ടത്, നമുക്ക് അതിനെ പറയാം മൈൽ സ്റ്റോൺസ് എന്ന്. ആ ഒരു പ്രോജക്റ്റിന്റെ ഒരു ആദ്യത്തെ 1 മാസം കഴിയുമ്പോഴത്തേക്ക് എന്തുമാത്രം അച്ചീവ് ചെയ്യണം. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് മൈൽ സ്റ്റോൺ. അപ്പൊ ഈ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യുക. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഒത്തിരി അധികം ടൂൾസ് ഉണ്ട്. ഗാന്റ് ചാർട്ട്സ് നമുക്ക് ഇതിന് ഉപയോഗിക്കാം. അതേപോലെ CPM എന്ന് പറയുമ്പോഴത്തേക്ക് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്, അങ്ങനെയുള്ള ടൂൾസ് ഇതിന് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ. ഇനി മറ്റൊന്ന് റിസ്ക് മാനേജ്മെന്റ് ആണ്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു പ്ലാനിങ് സ്റ്റേജിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും എന്തൊക്കെയായിരിക്കും ഇതിനകത്ത് റിസ്കി ആയിട്ട് വരാനുള്ള സാധ്യതകൾ.
അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസ് ആണ് ഒരു കൃത്യതയില്ലാത്തത്, അൺസർട്ടൺ ആയിട്ട് കിടക്കുന്നത്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താകും എന്നുള്ളത് അസസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അവിടെ മിറ്റിഗേറ്റ് ദ റിസ്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അൺഫോർസീൻ ആയിട്ടുള്ള ചലഞ്ചസും ചിലപ്പോൾ അവിടെ വരാം. അപ്പൊ അതിനും പ്ലാനിങ് സ്റ്റേജിൽ നമ്മളൊരു സ്കോപ്പ് വെക്കണം. അൺഫോർസീൻ ആയിട്ടുള്ള ഒരു ചലഞ്ച് ഇവിടെ വന്നാൽ അതിനെ നമുക്ക് എങ്ങനെ തരണം ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. ഇനി അടുത്തത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് എൻഗേജ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ പ്ലാനിങ്ങിന്റെ റോൾ എന്താണ്? കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലേ? അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് സെറ്റ് ചെയ്യുമ്പോഴാണ് ഒരു സ്മൂത്ത് ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ അവിടെ ഉണ്ടാകുന്നത് അമംഗ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ ഒരു വലിയ പ്രോജക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് കമ്മ്യൂണിക്കേഷൻ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പക്ഷേ മീഡിയയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഗവൺമെന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അതിൻ്റെ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഒരു വ്യക്തിയോ ഒരു ടീമോ ഒരു പക്ഷേ ഉണ്ടാകാം. അപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡിങ് അവിടെ ഒഴിവാക്കാം, കൊളാബറേഷൻ നടപ്പാക്കിയെടുക്കാം എന്നൊക്കെയുള്ളതാണ്. ഇനി മറ്റൊന്നെന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി അഷ്വറൻസ് ആണ്. അപ്പോൾ ക്വാളിറ്റി അഷ്വറൻസ് പ്ലാനിങ്ങിൻ്റെ സമയത്ത് തന്നെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എന്താണെന്ന് തീരുമാനിക്കാം. ആ ഒരു സ്റ്റാൻഡേർഡ്സ് ഈ പ്രോജക്റ്റിന്റെ തുടക്കത്തിൽ തന്നെ ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവരാം. അപ്പൊ നമുക്ക് ആ ഡെലിവറബിൾസ്, അതിന്റെ എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ തീരുമാനിച്ചു വെച്ചിട്ടുള്ള ആ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് തന്നെയാണോ, സ്റ്റേക്ക് ഹോൾഡറിന്റെ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യത്തക്ക രീതിയിൽ തന്നെയാണോ എന്നൊക്കെയുള്ളതെല്ലാം മനസ്സിലാക്കണം എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അപ്പൊ ഈ ക്വാളിറ്റി അഷ്വറൻസും പ്ലാനിങ്ങിന്റെ സ്റ്റേജിൽ തന്നെ ഇതും കൊണ്ടുവന്ന് നടപ്പാക്കി എടുക്കാം എന്നുള്ളതാണ് മറ്റൊരു സംഗതി. ഓക്കെ, അപ്പോൾ ആ ഒരു പ്ലാനിങ് ഫ്രെയിംവർക്കിന്റെ ഇന്റഗ്രേഷൻ. സോ വാട്ട് ഇസ് എൻ ഇന്റഗ്രേറ്റഡ് പ്ലാനിങ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്? അപ്പോൾ പ്ലാനിങ് നമുക്ക് വേണമെങ്കിൽ പറയാം അത് എല്ലാ ഫേസസിലും, ആ ഒരു പ്രോജക്റ്റ് ലൈഫ് സൈക്കിളിന്റെ എല്ലാ ഫേസസിലും പ്ലാനിങ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പോൾ എന്താണ് ഇനിസിയേഷൻ എന്ന് പറയുന്നത്? ഇനിസിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് പ്ലാനിങ്ങിലൂടെ നമ്മൾ അതിൻ്റെ സ്കോപ്പ് ഡിഫൈൻ ചെയ്യുന്നു, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു, ആൻഡ് അതിൻ്റെ ഫീസിബിലിറ്റി, അത് നടപ്പാക്കി എടുക്കാൻ സാധിക്കോ ഇല്ലയോ എന്നുള്ളത്. ആൻഡ് ദെൻ കംസ് ദി എക്സിക്യൂഷൻ. അപ്പം എക്സിക്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ആ ഒരു അലൊക്കേഷൻ ഓഫ് റിസോഴ്സസും സ്കെഡ്യൂളിങ്ങും പ്ലാനിങ്ങിലൂടെ അല്ലേ വരുന്നത്. പിന്നെ മോണിറ്ററിങ് ആൻഡ് കൺട്രോൾ. മോണിറ്ററിങ് ആൻഡ് കൺട്രോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ബെഞ്ച് മാർക്കുകൾ സെറ്റ് ചെയ്യുക, ആ ഒരു പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എന്താ പറയേണ്ടത്, റിസ്കുകൾ മാനേജ് ചെയ്ത് മുമ്പോട്ട് പോകുന്നതിനും, ആൻഡ് ആ ഒരു ക്ലോഷറിലേക്ക് നമ്മൾ ഈ ഡിഫറെന്റ് സ്റ്റേജസിലേക്ക് നമ്മൾ പ്ലാനിങ്ങിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരുവാണ്. ഇപ്പൊ ക്ലോഷർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അപ്പോൾ അവിടെ നമ്മൾ ഉറപ്പ് വരുത്തണം നമ്മുടെ ഡെലിവറബിൾസ് നമ്മൾ എന്താ പറയേണ്ടത്, അത് എക്സ്പെക്റ്റഡ് സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച്, അല്ലെങ്കിൽ ആ ഒരു എഗ്രീഡ്, ആ ഒരു എന്താ പറയേണ്ടത്, സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എന്തായിരുന്നു അതിനകത്ത് ആവശ്യം, അത് മീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. സോ പ്ലാനിങ് എന്ന് പറയുന്നത് ഇസ് നോട്ട് മിയർലി എ പ്രിപ്പറേറ്ററി സ്റ്റെപ്പ്. പ്ലാനിങ് ഇത് തുടങ്ങുന്നതിന് മുന്നേ ചെയ്ത് പ്ലാനിങ് അങ്ങ് അവസാനിക്കുന്ന അങ്ങനല്ല പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ഓൺഗോയിങ് ആയിട്ടുള്ള പ്രോസസ്സാണ്, ആൻഡ് ദാറ്റ് വിൽ കണ്ടിന്യൂ ത്രൂ ഔട്ട് ദ പ്രോജക്റ്റ് ലൈഫ് സൈക്കിൾ. ആ ഒരു പ്രോജക്റ്റ് തുടങ്ങി തീരുന്നിടം വരെ പ്ലാനിങ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ രീതിയിലൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഈ എന്താ പറയേണ്ടത്, ആ ഒരു പ്രോജക്റ്റിന്റെ കോൺസെപ്ച്വലൈസേഷനും മീൻസ് ആ ഒരു ഐഡിയ മനസ്സിൽ വരുന്നിടം മുതൽ തുടങ്ങി അതിൻ്റെ എക്സിക്യൂഷൻ ചെയ്ത് അതിനെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നിടം വരെ നിലനിൽക്കുന്ന ഒന്നാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പം കൃത്യതയോടുകൂടിയ പ്ലാനിങ്ങോടുകൂടിയുള്ള ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ക്ലാരിറ്റി ഉണ്ടാകും, എഫിഷ്യൻ്റ് ആയിരിക്കും, അത് റെസിലിയൻ്റ് ആകും. റെസിലിയൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇടയ്ക്ക് ഒരു പ്രശ്നം വന്നാൽ അതിനെ അതിജീവിച്ച് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതേപോലെ ആ ഗോൾസ് മീറ്റ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്താനായിട്ടും സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ നോട്ട്സിൽ ഞാൻ കൃത്യമായിട്ട് ഈ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ആ ചാർട്ടിനോടൊപ്പം അത് എങ്ങനെ ആ ചാർട്ട് നമ്മൾ മനസ്സിലാക്കണം, എങ്ങനെയാണ് ആ ചാർട്ട് വായിക്കേണ്ടത് എന്നുള്ള ഇൻസ്ട്രക്ഷൻസും അതോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ജസ്റ്റ് ഇൻ കേസ് നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായില്ല എങ്കിൽ യു ക്യാൻ ആക്ച്വലി ഗിവ് മീ എ കോൾ എന്നുള്ളതാണ്.
അല്ലെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കും. Alright. ഇനി അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രോജക്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, വി വിൽ ഡു ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് പാർട്ട് ഓഫ് ദ വീഡിയോ. അത് പാർട്ട് 2 ആയിട്ട് നമുക്കത് ചെയ്യാം. സോ വി വിൽ വൈൻഡ് അപ്പ് ദിസ് പാർട്ട് ഹിയർ. ആൻഡ് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പ് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടാകും വാട്സാപ്പിൽ. അതേപോലെ നമുക്ക് ഒരു ഗോൾഡ് ബാച്ച് ഉണ്ട്. ഗോൾഡ് ബാച്ച് ഒരു പെയ്ഡ് ബാച്ചാണ്, അതിനൊരു ചെറിയൊരു ഫീസ് ഉണ്ട്. ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സ് കംപ്ലീറ്റ് കിട്ടും, പ്രാക്ടീസിനുള്ള ക്വസ്റ്റ്യൻസ് ലഭിക്കും. എല്ലാ വീഡിയോ ക്ലാസ്സസും ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നവർക്കാണ് ലഭ്യമാവുക. ആൻഡ് എന്താ പറയേണ്ടത്, മോഡൽ എക്സാംസ്, മോക്ക് ടെസ്റ്റ്, ഒരു കൃത്യതയോടുകൂടി ഒരു ടൈം ടേബിൾ അനുസരിച്ചുള്ള ഒരു ക്ലാസ്സസ് ആയിരിക്കും നമ്മൾ അതിനകത്ത് ഫോളോ ചെയ്ത് മുമ്പോട്ട് പോകുക. സോ thank you very much for watching this video, and I hope you have learned a lot. Wish you all the very best and see you in the next class. Thank you.